ഹലോ ട്രേഡേഴ്സ്, നിങ്ങൾ മിക്കവാറും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ ബി സി ഡി കുറിച്ച് കണ്ടിട്ടുള്ളതാവും. പക്ഷേ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലും നമുക്ക് ഷേപ്സ് ഉണ്ട്. ബി ഷേപ്പ്, ഡി ഷേപ്പ്, ഇ ഷേപ്പ്, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ പല ഷേപ്പുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മളുടെ മാർക്കറ്റിന്റെ ന്യൂആൻസിനെ മനസ്സിലാക്കാനും മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോരോ ഫാക്ടേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഓൾമോസ്റ്റ് ഒരു ബി ഷേപ്പ്, സ്മോൾ ലെറ്റർ ബി ഷേപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു ഡി ഷേപ്പ് ആയിട്ട്, ഡി ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തെ ഒരു കൺസോളിഡേഷൻ ഫേസ് ആണ്. അന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അന്ന് കൺസോളിഡേറ്റ് ചെയ്ത ഒരു ഏരിയ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൊസിഷൻസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആയിരിക്കും അത്. ഇതൊരു ഡി ഷേപ്പ് ആയിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു ബി ഷേപ്പ് ആണ്. ഇനി ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്ന ട്രെൻഡ് ഡേയ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനത് എൻ്റെ ഒരു എക്സാമ്പിളിലൂടെ ഇവിടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു ട്രെൻഡ് ഡേ ആണ്. ഇതൊരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ പോലത്തെ, ഇത് ആക്ച്വൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കാണും. ഇതൊരു നോർമൽ ബി ഷേപ്പ് ആയിട്ടുള്ള, ഇതൊരു നോർമൽ പി ഷേപ്പ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതിന്റെയൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷണൽ ട്രേഡുകളും ഒരു റിവേഴ്സൽ കൺഫർമേഷനൊക്കെ കിട്ടാനായിട്ട് നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോരോ ടെക്നിക്സ് ആണ്. ഇത് മാർക്കറ്റ് പ്രൊഫൈലിലും കൂടെ മാത്രമേ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിലൊന്നും നമുക്ക് ഇതിന് വല്ല പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകത.